മാഷെ മറ്റേ പത്മകുമാർ ശബരിമല മറ്റേ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡൻ്റായിരുന്ന ആള്, അദ്ദേഹത്തിൻ്റെ അതിൽ റോളൊക്കെ നാട്ടുകാർക്കൊക്കെ നന്നായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പച്ചമഷിയിൽ മിനിറ്റ്സ് തിരുത്തുക, എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാളുടെ ആറന്മുളയുടെ വീട്ടിൽ നിത്യ സന്ദർശകൻ, അവിടെ താമസിച്ചിട്ടുണ്ട്. പിന്നെ കർണാടകയിൽ ഇയാൾക്ക് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സാധാരണഗതിയിൽ എനിക്കറിയാവുന്ന ഈ CPM നന്നായിട്ട് അറിയാവുന്ന ഒരു പാർട്ടിയാണ്. അവർ പാർട്ടിയിൽ തന്നെ ചില്ലറ കേസുകൾ, ചീള് കേസുകളൊക്കെ അന്വേഷണ കമ്മീഷനുമൊക്കെ വെച്ച് ഇത് മുഴുവൻ കണ്ടുപിടിച്ച് പുറത്താക്കേണ്ട ആളുകളെയൊക്കെ പുറത്താക്കിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണല്ലോ. ഇങ്ങനെ ഒരു അതിഭീമമായ കൊള്ള പാർട്ടിയെ തന്നെ വഞ്ചിച്ച ഒരാൾ, അയാളിപ്പോഴും പത്തനംതിട്ട പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണ്. പാർട്ടി നടപടി എടുത്തിട്ടില്ല. ഉടനെ അന്വേഷണ വിധേയമായിട്ട് ബാക്കി കാര്യങ്ങളിലൊക്കെ ആളുകളെ സസ്പെൻഡ് ചെയ്യുന്നത് പോലെ അങ്ങനെ ഒന്ന് സസ്പെൻഡ് ചെയ്യുമെങ്കിലും ചെയ്യേണ്ടതല്ലേ പാർട്ടി? എന്തുകൊണ്ട്? ഇത് സത്യത്തിൽ പാർട്ടിയുടെ ഉള്ളിൽ അയാളെ സംരക്ഷിക്കുന്നു എന്നല്ലേ വരുന്നത്. എന്തു പറ്റി പാർട്ടിക്ക് പറ്റിയത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ സർ. ഈ എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, പാർട്ടി കോടതിയിലെ നീതിന്യായം എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ ഘടകം കൃത്യമായ ഒരു വർഗവിവേചനം പാർട്ടിയിലുണ്ട്. ആൾ ആർ ഈക്വൽ ബട്ട് സം വൺ ആർ മോർ ഈക്വൽ. അത് വളരെ കൃത്യമാണ്. ഓൾ ആർ ഈക്വൽ, സം കോംറേഡ്സ് ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ്. അത് തന്നെ കറക്റ്റാണ്. അതായത് ഈ വമ്പൻ അഴിമതിക്കാരായ ഒരു മേൽത്തട്ട് വരേണ്യവർഗത്തിൻ്റെ കുറ്റകൃത്യങ്ങളല്ല, താഴെ തട്ടിലെ ഈ പാവങ്ങൾ അന്നത്തെ അഷ്ടിക്ക് വേണ്ടി ജീവിക്കുന്ന കൂട്ടുകാരെ പറയുന്ന പാർട്ടിയിൽ വളർന്നു വന്നിരിക്കുന്ന ബൂർഷ്വാ വർഗത്തിനെ എപ്പോഴും പാർട്ടി പ്രൊട്ടക്ട് ചെയ്യും. ഇതല്ലേ ആ കൂട്ടത്തിൽ പറയാവുന്ന ഒരു കാര്യം, പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ പാർട്ടിക്കകത്തൊരു വർഗ സമരം അനിവാര്യമാണ്. ഒന്നാമത്തെ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.